ഹരേ കൃഷ്ണ. അതായത് ഇന്ന് ഉണ്ടാക്കാൻ പോണ പരിപാടി എന്താണെന്നറിയോ? നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് ഇപ്പം ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോകണം, ഫുഡ് കൊടുത്തയക്കണം, അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഫുഡ് കൊടുത്തയക്കണം ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു കറിയും കൂട്ടി ചോറുണ്ണുക എന്നുള്ളതല്ലേ എല്ലാവരുടെയും ഒരു ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു കയ്യിൽ കത്തിരോറ്റം അപ്പോൾ അങ്ങനെ ഒരു മൂഡാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതാ ഈ സാധനം വെച്ചിട്ട് സാധാരണ മുളകിട്ട ഒരു കറി. നോക്കി, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ കട്ട് ചെയ്യുന്നു. എൻ്റെ മറ്റേ കത്തിയോടെ, ബ്ലാക്ക് കത്തിയോടെ, ഇതാണ് എനിക്കിഷ്ടം. ദിസ് ബ്രാൻഡ് ഈസ് എ സാധാരണ ബ്രാൻഡ്. ഇത് നമ്മളിതാ സാധാരണ ഇങ്ങനെ നമ്മൾ ഓവർ ചെറുതാക്കാൻ പാടില്ല തക്കാളി, മനസ്സിലായോ? ഓവർ തക്കാളി ചെറുതാക്കാതെ നമ്മൾ ഇങ്ങനെ, ഇതിപ്പോൾ കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ഓവർ ചെറുതാക്കണം. കുറച്ച് എന്താണെന്ന് വെച്ചാൽ തക്കാളി എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോക്കി കട്ട പോലെ എന്താ ചെയ്യുക, അതിൻ്റെ പ്രശ്നമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓവർ ചെറുതാക്കാതെ നമ്മൾ ചെയ്യാം. അപ്പോൾ വല്ലാത്തൊരു എന്തെങ്കിലും കണ്ടോ, ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ തക്കാളി നല്ലതാണ്, നല്ല തക്കാളി. തൊലി വരെയൊക്കെ സെപ്പറേറ്റ് ആവുന്നുണ്ട്. അതാ അവിടെ അമ്മ ഒക്കെ ഉണ്ട്. അല്ല, ഇവർക്ക് ഞാനൊരു കറി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിക്കാം. ഒരു സാധാരണ മുളകിട്ട കറി. അത് അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന കറി തന്നെയാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ സാധനം മാറും. അത് കണ്ടോ? എന്താ ചെയ്യണ്ടേ പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ പറയട്ടെ. അമ്മേ നിന്നെ കുത്ത നമുക്ക് എന്താക്കാം, ഇത് ചൂടാവട്ടെ, ഇത് ചൂടാവട്ടെ. മറി അല്ല ഒരു പോസിറ്റിവിറ്റി. പട്ടനോ മീൻ കറിക്കുന്നത്? പട്ടനോ? അതെന്താ നിങ്ങൾ പൊട്ടൻ എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, പട്ടൻ. കുറിയൊക്കെ തൊട്ട് എന്താ ചെയ്യാ, കുറിയൊക്കെ തൊട്ടിട്ട് എന്ത്? അല്ല അമ്മേ, അത് മീൻസ് ഒരു പോസിറ്റിവിറ്റി. നമ്മളിങ്ങനെ ഭംഗിയിലിടണ്ട വിചാരിച്ചു. കയ്യിൽ കിട്ടിയ ഒരൊറ്റ വര, മിറർ പോലും നോക്കിയിട്ടില്ല. എന്താ അവസ്ഥ എനിക്കറിയില്ല, വീഡിയോ എനിക്കറിയാം. കുറി മായ്ക്കരുതേ. ഇത് പൗഡറാണ് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അത് പൗഡറൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യണ ഗാന്ധിജിയാണ്. അല്ല, അത് ശ്രീകുട്ട എന്തെങ്കിലൊക്കെ പറയല്ലേ, പിന്നെ പൗഡറാണ് കൊട്ടാണെന്നൊക്കെ. അല്ല, ഇതിപ്പോ ഇത്ര തക്കാളി വേണോ? അത് വേണം. അതായത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഫുഡ് ഒരിടത്ത് ഉണ്ടാക്കുമ്പോൾ മിണ്ടാതിരിക്കുക, മനസ്സിലായോ? അപ്പം നമ്മൾ ഏകദേശം എന്തായി, പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഞാനൊന്ന് കണ്ടു പഠിക്കട്ടെ. നോക്കിയമ്മേ, അതായത് ഇത് വെറൈറ്റിയാണ്. ഇത് നമ്മൾ കുറച്ചൊരു വെളിച്ചെണ്ണ സെറ്റ് ചെയ്യാം. ഒരുപാട് ഇടരുത്, അത് മതി. ഇതന്നെ വെളിച്ചെണ്ണ നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് പഠിക്കരുത്. നമ്മൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ ഈ സാധനം ഏകദേശം ചൂടാണ്. ഇപ്പോൾ ഒരു മാറി സൗണ്ട് വരും, കണ്ടോ? അത് വെള്ളം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മാറിക്കോ. വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സാധനം വരുന്നത്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട്. നിങ്ങൾക്ക് കറി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ അവസാനം, അതൊക്കെ എല്ലാം അവസാനമാണ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് എന്താക്കണം, നിങ്ങളെ കറി പോലെയല്ല, അത് വേറെ. ഞാന് ലാസ്റ്റ് ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുമ്പോ ഒന്ന് മിണ്ടായിരിക്കും ശ്രീകുട്ട, വെറുപ്പിക്കല്ല കറി. അപ്പൊ നമ്മൾ അതിലേക്ക് എന്താക്കുന്നു, അതായത് ജിഞ്ചർ മിക്സ് ചെയ്യരുത്, മനസ്സിലായോ? ചെയ്യരുത്. നമ്മൾ ഇഞ്ചി ഇടാൻ പാടില്ല. അതിന് പകരം ഞാൻ വെളുത്തുള്ളിൻ്റെ കുറച്ച് പേസ്റ്റ്, ഇത്ര മതി. ഇപ്പൊ ഞാൻ എടുത്തൊരു ക്വാണ്ടിറ്റി മനസ്സിലായല്ലോ. അതല്ല മോനെ, ഇതിനേക്കാളും നന്നാവുക നമ്മൾ ഉണ്ടാക്കുന്നല്ല നന്നാവുക. എന്ത്? നമ്മൾ ഇഞ്ചിയും വെളുത്തു എന്താണ് കളിക്കണേ? ഇത്
ഇതാ അപ്പോ ഫുഡ് ഉണ്ടാക്കണതിന്റെ ഇടയിൽ കൂടെ ഓൻ്റെ അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പരുവത്തിൽ കണ്ടോ ഇങ്ങനെ ആയെന്ന് വിചാരിക്കാം. ഇതൊക്കെ എന്താ മടിയൻ പണി കേട്ടോ, മടിയൻ പണി തന്നെയാണ്. പക്ഷെ അതിന്റെ ആഫ്റ്റർ ടേസ്റ്റ് നോക്കണം നിങ്ങള്. അപ്പൊ ഇത് ഈ പ്ലേറ്റ് ഒന്ന് കഴുകി. പക്ഷെ അപ്പ ഉണ്ടാക്കണ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അത് ഭയങ്കര കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ച പേസ്റ്റ് അങ്ങോട്ട് ഇതാക്കുക. അങ്ങനെയല്ല അതല്ല നമ്മള് ഇപ്പൊ തിരക്കുള്ള കുറച്ചൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് എന്ന് വിചാരിക്കേ. ഇതിലേക്ക് സാധാരണ നമ്മൾ പരിപ്പ് യൂസ് ചെയ്യണ്ട, അത് വേണ്ട. നമുക്ക് ഇത് ചപ്പാത്തിക്ക് കൂട്ടാ, അല്ലെങ്കിൽ ചോറിന് കൂട്ടാ, പിന്നെ എന്തിനു വേണമെങ്കിലും നമുക്ക് സെറ്റ് ആവും. നെയ്ച്ചോറിന് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് തക്കാളിക്കറിയാ? തക്കാളിക്കറി. അത് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തില്ല, എരു കുറവാണ്. എരു കുറവായതുകൊണ്ട് നമുക്ക് 2 ടീസ്പൂൺ കണ്ടോ, ഇതൊരു 1/2 ടീസ്പൂണ് നമ്മൾ എന്തിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഇതില് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്താൻ പാടില്ല. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തൊലഞ്ഞ് ഇത് നമുക്കിപ്പോ ഞാൻ കറിന്റെ ടേസ്റ്റ് പോകും. അതായത് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കറിക്ക് കിട്ടണം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഈ തക്കാളി ഒന്ന് അലിയും. തക്കാളി ഒന്ന് അലിയണ സമയത്ത് കുറച്ചും കൂടെ വെള്ളം വേണം, ഒരു പൊടിക്കും കൂടെ വേണം. ചോറിന് നമുക്ക് കൂട്ടാൻ ഇത് മാത്രം മതി. അല്ല, ചോറിന് കൂടെ കൂട്ടുന്ന തന്നെയാ. ഇനി നമ്മൾ കണ്ടോ, ഒന്നും വേണ്ട. ഈ കൺസിസ്റ്റൻസിയില് നമുക്ക് കുറച്ച് ഉപ്പിടണം. മനസ്സിലായി? വേറൊരു സാധനം ഇടരുത്. ചോറ് കഴിക്കാന് അത് മാത്രം. കുറഞ്ഞ സാധനം കൊണ്ട് ഒരു കറി, ചെലവ് കുറവുള്ള. ഇനി ഇതിലേക്ക് ഇതാ നോക്കിയേ, ഇതാ ഇത്ര ഉപ്പ്. ഞാനൊരു ഈ സ്പൂണിന്റെ ഒരു 1/4 ഉപ്പ്. പിന്നെ നമുക്ക് ഡിപ്പെൻസ് ആണ് ഓരോരുത്തർക്ക്. വിചാരിച്ചിട്ട് കൂടിയാ തൊലഞ്ഞാട്ടാ, വായിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ ഉപ്പ് കുറച്ച് കുറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തോന്നും ഇപ്പൊ ഭയങ്കര പച്ചമുളകും സാധനങ്ങളും ഒക്കെ ഇട്ടിട്ട് ഭയങ്കര എരിവാന്ന്. പക്ഷെ എരിവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കുറയ്ക്കുക. പച്ചമുളക് കുറച്ച് കുറയ്ക്കുക. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പക്ഷെ മോര് പച്ചമുളകിന്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര. എനിക്ക് പച്ചമുളകിന്റെ ടേസ്റ്റ് വെച്ചാൽ അത്ര ഇഷ്ടം. മനസ്സിലായോ? ഇത് ഇനി നല്ലോണം തിളയ്ക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് ചെയ്യാൻ പോകുന്ന വേറൊരു ഐറ്റമാണ് മീൻ പൊരിച്ച്. മീൻ പൊരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇത് കട്ട് ചെയ്യണ്ട, വളരെ സിമ്പിളായിട്ട് അല്ല, ഭംഗിയല്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് പിടിക്കും. നമ്മള് പെട്ടെന്ന് പിടിക്കും എന്ന് പറഞ്ഞാല്. പക്ഷെ കാണാനൊരു ഭംഗി, ഒരു മീൻ ഒന്നായിട്ട് പൊരിച്ചേക്കുമ്പോൾ കാണുമ്പോ നമുക്ക് ഭംഗിന്റെ അല്ലമ്മേ. നമുക്ക് ഒരു മീൻ കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ ആദ്യം തന്നെ എന്താക്കണോ, സാധാരണ എന്താ ചെയ്യാ, നമ്മൾ ഈ മസാല ഒക്കെ കൂടെ വേറെ പേസ്റ്റ് ആക്കി എടുത്തിട്ട് തേക്കുകയില്ല ചെയ്യാ. അങ്ങനെ ചെയ്യാതെ ഞാൻ ഇതില് കുരുമുളക് പൊടി ഒരു 4 ടീസ്പൂൺ ഇട്ടു. 4 കറക്റ്റ്. കഴിക്കുന്നവരെ വയറൊന്നും പറയില്ല. അല്ല, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മാത്രം കാശ്മീരി പൗഡർ ഇടാം. ഇതിപ്പോ സത്യം പറഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡർ കഴിഞ്ഞു. അത് 1 ടീസ്പൂൺ, അതായത് കുറച്ചാ വരുന്നത് കണ്ടോ. അപ്പൊ ഇത്രയും കാശ്മീരി ചില്ലി പൗഡർ ഇതിട്ടാൽ എന്താ പറയാ മോനെ ഒരു ഗുണം, പിന്നെ എരിവ് കുത്തൂല്ല, ശരീരത്തിന് നല്ലതാണ്. കളറൊന്നും ആഡ് ചെയ്യരുത്. കളറൊക്കെ ആഡ് ചെയ്താ പോയി. ഇതിലേക്ക് നമ്മള് ഒരു 1.5 സ്പൂണ് എന്ത് വേണം, ഉപ്പ് വേണം. 1.5 സ്പൂണ് ഇതിലേക്ക് മസ്റ്റ് ആയിട്ട് ഉപ്പ് വേണം. എന്താ വെച്ചാൽ അത്ര മീനുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ജിഞ്ചർ യൂസ് ചെയ്യരുത്. ഇതിലും നമ്മൾ ഒരുപാട് കയറി ജിഞ്ചർ വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ കുറച്ച് യൂസ് ചെയ്യാം. അതായത് ഒരു പൊടിക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് മിക്സ് ആണ് മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി യൂസ് ചെയ്യണം. വെളുത്തുള്ളി നമ്മൾ വേറെ തന്നെ, വെളുത്തുള്ളിന് ഫ്ലേവർ കുറച്ച് കയറി നിൽക്കണം. കയറി നിൽക്കുമ്പോൾ ആ മൂടി നിലത്ത് വീണടാ. ഇത് കുറച്ചും കൂടെ കയറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ്. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ എന്താക്കണം, ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കറി ഇപ്പൊ സെറ്റ് ആവും. ഇങ്ങനൊക്കെ എൻ്റെ മോന് പാചകം അറിയില്ലേ.
ഞാനിന്ന് അത്രയൊന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചു നോക്കണം. അപ്പോഴേ അതിൻ്റെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഹാൻഡ് വാഷ് ചെയ്താണ്. അയ്യോ, ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്ത വെച്ചാൽ ഉപ്പിട്ടു. അതായത് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതായത് കുരുമുളക് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ അയിലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മൾ യൂസ് ചെയ്ത് അയലയാണ്. അയല നമ്മൾ ചെയ്യുമ്പോൾ അയല നമ്മൾ ചെയ്യണ സമയത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര സൂപ്പറായിരിക്കും. ഇതിന് അയില പെപ്പർ ഫ്രൈ എന്ന് വേണമെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നത്. ഇതിൽ മുളക് കാണാത്തല്ല അങ്ങനെ തന്നെ പേര് അല്ല, ഇത് നിങ്ങൾക്ക് കണ്ട് ഇത് നിങ്ങൾ കുരുമുളകിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതന്നെയാണ് അയില പെപ്പർ ഫ്രൈ. കുരുമുളകിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ രീതിക്ക് ഒരു മീൻ പൊരിച്ച നിങ്ങൾ വീട്ടിൽ ചെയ്ത് വേറെ നമ്മളില്ലേ ഈ മീൻ പൊരിച്ചതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യരുത്. അതായത് കുറേ ആൾക്കാർ ജീരകം മറ്റേത് ഇത് ഒരു സാധനം ഇടരുത് ഒരു മീൻ പൊരിച്ചതിലും. ഞാൻ പേഴ്സണലി അതിന് ഭയങ്കര അഗെയിൻസ്റ്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ചിലവർക്ക് ഒരുപാട് ഇങ്ങനെ മസാല കാണണം. പിന്നെ നമ്മൾ പറയില്ലേ മീൻ പൊരിച്ചത് അമ്മേ നമ്മൾ കുറെ നേരം വെക്കണമെന്ന്. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. ചില ആൾക്കാർ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ കൊണ്ടുവയ്ക്കും. അതിന്റെ ആവശ്യമില്ല. നമ്മളില്ലേ അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നോക്കി ഇങ്ങോട്ട് വാ. ഈ മസാല കണ്ടോ? ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ ഞാൻ എടുത്ത ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാ. ഇതിലേക്ക് എടുത്ത മസാല കറക്റ്റാ. ആയിട്ടില്ല. നല്ല തിക്കാവണം. അയില പൊരിച്ചത് കറി എന്താ സൂപ്പർ അല്ലേ കാണാനൊക്കെ. അതായത് ഇപ്പൊ കണ്ടോ? ഇപ്പൊ നോക്കിയേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ചെറുനാരങ്ങ. അതിങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യട്ടെ. അതായത് അതിങ്ങോട്ട് കേറിക്കഴിഞ്ഞാല് സാധനം വേറെ ലെവലാ. നിങ്ങൾക്ക് ഒരു അയിലയല്ല, നിങ്ങൾക്ക് 2 അയില ഞാൻ തരും. ഒന്ന് മതി, 2 അപ്പൊ നമുക്ക് ഈ കറി എന്താവണം നോക്കി കണ്ടോ? നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഉണ്ടായി തരാം. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് തിളച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ തക്കാളി ഇങ്ങനെ കാണാൻ പാടില്ല. അമ്മേ, ഈ തക്കാളി ഇങ്ങനെ കാണാൻ പാടില്ല. ഉടയണം. ഒഴിവാക്കല്ലേ എന്തെങ്കിലും കുറച്ചും കൂടെ വെള്ളം എടുത്ത ഒരു പൊടിക്കും. അതൊക്കെ കണ്ട് പഠിച്ചട്ടെ. സാമ്പാറൊക്കെ ഉണ്ടാക്കും ശ്രീകുട്ടൻ. പക്ഷെ എനിക്ക് ഒരു മീൻകറി ഉണ്ടാക്കി കാണിച്ചു തരണേക്ക്. മീൻകറി ഉണ്ടാക്കലുണ്ട്. നമ്മൾ ഈ 2 ചെറുനാരങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് തന്നെ. ശ്രീകുട്ടന്റെ മീൻകറിയൊക്കെ സൂപ്പറാ. ചെറുനാരങ്ങന്റെ ഫ്ലേവർ മീൻ പൊരിച്ചതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. ഇപ്പൊ നമുക്ക് ഇതിൽ ഈ കുരു പെടാൻ പാടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞെക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ കൂടെ ഞെക്കുക. കുരു നമുക്ക് കയറി കഴിഞ്ഞാൽ പ്രശ്നമായി. എന്നിട്ട് നമ്മള് ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് പിഴിയും. എന്റെ മിണ്ടാക്ക് പോ. വേർപ്പിച്ച് കൈമ തരും. ഇതിലേക്ക് ഒരു കുരു വേണേ. ഇത് പോരാ ഒരു കുരു വേണേ. ഈ ചെറുനാരങ്ങ ഒറ്റയ്ക്ക് നിങ്ങൾ മറന്നാ പോയി തൊലഞ്ഞ്. മനസ്സിലായോ? ചെറുനാരങ്ങ ഈസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പച്ച ചെറുനാരങ്ങ എപ്പോഴും യൂസ് ചെയ്യും. ഈ മഞ്ഞ കളർ കൂടുതൽ കാണുന്ന ചെറുനാരങ്ങ യൂസ് ചെയ്യാം. അതെ, ഇത് എന്റെ റെസിപ്പിയാണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയണം. അത് ലാലേട്ടൻ പറയല്ലോ, ഞാൻ ആരെ ഫുഡ് ഉണ്ടാക്കുന്നതല്ല, ഞാൻ എൻ്റെതായിട്ടുള്ളൊരു റെസിപ്പി ഉണ്ട്. ഇത് നമ്മളൊന്ന് നല്ലോണം ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഈ ചെറുനാരങ്ങ ഇങ്ങോട്ട് വന്നാൽ തന്നെ ഇതിൻ്റെ ഒരു സാധനം മാറും. ഈ മീൻ പൊരിച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങളെല്ലാവരും എല്ലാ വീട്ടിലും ഈ മീൻ പൊരിച്ച് ട്രൈ ചെയ്യണം. ഇനി ഇത് ഏകദേശം ഇപ്പം സെറ്റാ. മനസ്സിലായോ? നമ്മൾ ഫൈനൽ റിസൾട്ട് ഇതാണ് ഇതിൻ്റെ വരേണ്ടത്. ഇത്ര വെള്ളം വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം തൂവി കൊടുക്കണം.
പക്ഷെ ഇനിയും തിളക്കണം കേട്ടോ മോനെ, വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം അത് നല്ല തിളയ്ക്കണം. അതായത് ഇവിടെ സെറ്റ് ആവുമ്പോഴേക്ക് ഇത് റെഡിയാവും. പച്ചവെള്ളം ഒഴിക്കില്ല, നല്ല തിളച്ചാലേ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ തക്കാളി ഏകദേശം മൊത്തം ഉടഞ്ഞു കിട്ടി. തക്കാളി ഏകദേശം ഉടഞ്ഞു കിട്ടി, മനസ്സിലായോ? ഇത് ഏകദേശം വെളിച്ചെണ്ണ നമ്മൾ ഓൾറെഡി കുറച്ച് ഒഴിച്ചതാണ്. ഇനി നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ എടുത്ത് കളിക്കരുത്, മനസ്സിലായോ? അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ വല്ലാണ്ട് എടുത്ത് ഒഴിച്ച് കറിയിലേക്ക് ഇതാ. പക്ഷെ ഈ കറിക്ക് ഒരു കൊളസ്ട്രോൾ ഒക്കെ കടുക് വേണം. കടുക് ഇട്ടാല് വറവിടാൻ. ശരി. ഞാനേ ഫാനൊക്കെ വെച്ചപ്പോ പെട്ടെന്ന് പൊരിക്കാനുള്ളതാണ് ഇത്. മീൻ പൊരിച്ചതിൽ അമ്മ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അങ്ങനത്തെ ഒരു മീൻ പൊരിച്ചതും ഇറങ്ങിണ്ട, കടുകൊക്കെ ഇട്ടിട്ട്. മക്കളെ ഇത് കണ്ടോ, ഞാൻ എടുത്ത ഇത്ര കണ്ടോ കറിവേപ്പില, ഇത് കണ്ടോ ഇത്ര കറിവേപ്പില. വേണ്ട ഒന്നാവില്ല. ഇത്ര കറിവേപ്പില ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ വറവിടുന്നതിലെല്ലാം ഇടേണ്ടത്, നേരിട്ട് കറിയിൽ അപ്ലൈ ചെയ്യാം. അതങ്ങനെ തന്നെ ടേസ്റ്റ്, മനസ്സിലായോ? വറവിടുന്നതിൽ ഇടരുത്. ഇത്ര കറിവേപ്പില നമുക്ക് വേണം. എന്നിട്ട് ഇത് ഏകദേശം ഇവിടെ റെഡിയായ സമയത്ത് ഈ സാധനം ലേശം ഒന്ന് ഇതിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ഇത് കണ്ടോ, കറി കണ്ടോ? അപ്പം നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതിയാവും. അടുത്ത് നമുക്ക് മീൻ പൊരിക്കാനുള്ള പാൻ വയ്ക്കാം. കറി തിളച്ചു, മനസ്സിലായോ? ഇതാണ് കൺസിസ്റ്റൻസി. അമ്മയ്ക്ക് ചോറിനാ തോന്നിട്ടാ മോനെ. കറി വരും അമ്മ. കയ്യൊന്ന് കഴിപ്പിക്കാം. അല്ലാതെ ഇങ്ങനെ കണ്ടിട്ട് അതിന്റെ കളറും ഒക്കെ കൂടെ കണ്ടിട്ട് കഴിക്കാൻ തോന്നും. അതായത് നോക്കി അത് ചോറിനാക്കണം, ഒന്ന് തണുക്കണം അമ്മേ. ഇത് കണ്ടോ, ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ അത്യാവശ്യം വേണം. വെളിച്ചെണ്ണ അല്ല, എന്തിനകത്ത് വെക്കുമ്പോ കണ്ടോ, അതിനാണ് പാൻ നന്നായിട്ട് ചൂടാക്കുന്നത്. പാൻ ആദ്യം നന്നായിട്ട് ചൂടാക്കുന്നതിന്റെ റീസൺ അതാണ്. ഞാനിതോ ഫ്രിഡ്ജിൽ വെക്കാനോ അല്ലാതെ ഇതാക്കാനോ ഒന്നും പോയിട്ടില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ ചെയ്യില്ല. മീന് സ്പോട്ടിൽ കട്ട് ചെയ്യുക, പിടിക്കുക, പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ ശ്രദ്ധിക്കേ, വെളിച്ചെണ്ണയിൽ മുങ്ങി പോകും. ഒറ്റ മീനും കൂടെ നമുക്ക് ഇടാനേ ഉള്ളൂ. നമ്മൾ ഇവിടെയാണ്ട് വെച്ചു കൊടുക്കാം. ഒന്ന് അവിടെ നിൽക്കുമല്ലേ, അപ്പൊ തന്നെ ആയ വെച്ചിട്ട് ആവും വേണ്ടേ. ഞാൻ എപ്പോഴും ഈ മീൻ മറിച്ചിടാൻ യൂസ് ചെയ്യുന്ന കത്തിയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് എല്ലാരും മിക്ക ആൾക്കാരും അതാ കത്തി, ഇതൊരു സപ്പോർട്ടിങ് മാത്രം, മനസ്സിലായി? ഒന്ന് വേവട്ടെ. വെളിച്ചെണ്ണ നമ്മൾ കറക്റ്റ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വൺ സൈഡ് ഇങ്ങനെ കരിയും. ആര്യമോക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞെരിയണം. ഞെരിച്ചമ്മയ്ക്ക് എങ്ങനെയാ ഞെരിയണ്ടേ? നല്ലോണം ഞെരിയണം. നമുക്ക് ടേസ്റ്റ് പോകരുത് കേട്ടോ. അതാവരുത്, അത് കരിഞ്ഞു പോകുന്ന. അതാണ് പറഞ്ഞത്, ചിലത് അധികം ഞെരിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മള് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, വേറൊരാൾക്ക് കഴിക്കാനുള്ളതാണെന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്തിട്ട് ഉണ്ടാക്കണം. എന്നാൽ അതിനോടൊരു ഇഷ്ടം, ആ ഫുഡിനോട് അത്രയ്ക്കൊരു ഇഷ്ടവും സ്നേഹമൊക്കെ കൊടുത്തിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ. അല്ലാതെ നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഈ പണി വേഗം തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. അതിനാണ് എളുപ്പത്തിൽ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പോയിക്കോ, അല്ലെങ്കിൽ ഒരു അച്ചാർ മാത്രം വെച്ചിട്ട് ചോറ് വെച്ചിട്ട് പോയിക്കോ, അല്ലെങ്കിൽ കഞ്ഞി വെച്ചിട്ട് പോയിക്കോ. അത് ഇഷ്ടത്തോടെ ചെയ്യണം. ആ ഇഷ്ടത്തോടെ നമ്മളൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവും. ഒരുപാട് മെനു വേണ്ട നമുക്ക് ചോറുണ്ണാനും നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഫുഡ് നല്ല ഇഷ്ടത്തോടും അതിനെ നല്ലോണം ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ല ഇതിൽ എന്താ പറയാ, നല്ല നമ്മളെ മനസ്സറിഞ്ഞിട്ട് ഉണ്ടാക്കും. അതിങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിന്നെ മുടിയൊക്കെ മുകളിലേക്ക് കെട്ടണം. പിന്നെ അതുമല്ല മോനെ, അത് സ്നേഹത്തോട് കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊരു തൃപ്തിയാണ്. അതന്നെയാ ഞാനും പറഞ്ഞത്. അതന്നെ പറഞ്ഞത്. അത്രയും തിരി നോക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോ സ്റ്റാറ്റ് ഡയലോഗ്
ഇതന്നെ ഞാനും പറഞ്ഞത്. പക്ഷേ അമ്മേൻ്റെ അടുത്ത് നിന്നാണ് ഞാനിത് പഠിച്ചത്. മനസ്സിലായോ? അമ്മയ്ക്കും ഇടയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അമ്മ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണ് പെട്ടെന്ന് ഉണ്ടാക്കി പോകും. സത്യമല്ലേ? അത് ഉണ്ടാക്കി പോവുക ഞാൻ. പക്ഷേ അതങ്ങനെ എന്ത് ചില സമയത്ത് കറിയൊക്കെ കൊളാവണം. അതിന്റെ റീസൺ ആ ഒരു ഒറ്റ റീസൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടാണോ? ആണോ? അല്ല. അമ്മയ്ക്കും ഇടയ്ക്ക് ഒരു തിരക്കിന്റെ സമയത്ത് അമ്മ ഉണ്ടാക്കി ഒറ്റോട്ട. ആ സമയത്ത് അമ്മേന്റെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ കിട്ടാറില്ല. ചില നേരത്ത് അമ്മ ഞാൻ വരുന്ന സമയം നോക്കി ചെയ്യുമ്പോൾ എനിക്ക് ഇന്റേതായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ കഴിക്കൂല മക്കളെ. അമ്മ അത് കറക്റ്റ് ആയിരിക്കും. ഇത് കണ്ടോ, നമ്മള് വെളിച്ചെണ്ണ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയാം, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഇടയ്ക്ക് ഉപ്പ് കൂടുക, മുളക് കൂടുക. ആർക്കോ നിങ്ങൾക്ക് ആർക്ക് അത് ഞാനാവുമ്പോ പറഞ്ഞാല് ആർക്ക് ഉപ്പിടുക മുളക് കൂടുക എന്നൊക്കെ മുട്ട സ്റ്റാർ ആയതാ. അത് വെറുതെ പറയട്ടാ. ഞങ്ങൾ ഉപ്പൊന്നും കൂടല്ല കേട്ടോ, ഞങ്ങൾ കറക്റ്റ് ഉപ്പാ. ആ മോനുണ്ടാക്കണേ സൂപ്പറായി. ഇത് കണ്ടോ, ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് തോന്നി? വെന്തിട്ടില്ല. എന്താണ് അണക്ക് ഞാൻ തരില്ല മോനെ. പോലും പിച്ചി പോരുത്. കോമഡി പറയാനായിട്ട് അവന്റെ കോമഡി പാവാണടാ, കൊടുക്കരുതെന്ന് പറയുന്നത്. എന്താ കുരുമുളക് ഇട്ട് പൊരിച്ച മീനാ. ആര്യബേട്ടി കുറച്ച് തിരക്കായിട്ട് അതിന് ആര്യബേട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ആര്യബേട്ടിക്ക് സർപ്രൈസാ. ആര്യമുളക് ഇല്ലാഞ്ഞിട്ട് വീഡിയോയില് രസമില്ല കേട്ടോ മക്കളെ. മക്കളെ മീന് നമ്മള് ഏകദേശം ഇങ്ങനെ നമ്മളൊന്ന് മറച്ചിട. കുരുമുളകല്ല, അതിന്റെ കളറ് നോക്കി ഞാൻ പെരട്ടുന്നുണ്ടപ്പോ വിചാരിച്ചിട്ടോ. ഇത്ര ഇത് വൃത്തിയിൽ കിട്ടുന്ന ആലോചിച്ചിട്ട് കറുത്ത മീനാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല കളറ് സൂപ്പർ. ഇത് കണ്ടോ മക്കളെ, ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ? നമ്മളൊരു കാണുമ്പോ തന്നെ നമുക്ക് എന്ത് തോന്നണം? അല്ലേ അമ്മേ? കഴിക്കാൻ തോന്നണം. പിന്നെ അതുമല്ല ശരീരത്തിന് നല്ലതല്ലേ കുരുമുളക് യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ലതാ. പച്ചമുളകിനേക്കാളും നല്ല കുരുമുളകാ ശരീരത്തില്. പക്ഷെ അത് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെങ്കിൽ ഭയങ്കര ഒരുപാട് അതേമാതിരി വെളിച്ചെണ്ണ ഇടരുത്. മനസ്സിലായോ? ഒരുപാട് വെളിച്ചെണ്ണ ഇട്ട് കളിക്കരുത് മീൻ പൊരിച്ചത്. പക്ഷെ അത്യാവശ്യം വേണേ. കൊളസ്ട്രോളൊക്കെ വേഗം വരും വെളിച്ചെണ്ണ. ഇത് കണ്ടോ, നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഈ ഒരു രീതിക്ക് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് എന്താ വെച്ചാൽ മീൻ ഭയങ്കര വലിയ മീനാണ്. ആ വെളിച്ചെണ്ണൻ്റെ കണ്ടന്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണമെങ്കിൽ നമ്മൾ ഈ ഒരു സംഗതി ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ പിടിക്കാത്ത സ്ഥലത്തൊക്കെ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നും കൂടി വേവണം. എന്നിട്ട് ഇങ്ങനൊരു ഇളക്കം കൊടുത്താലും മസാല, അതായത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഇങ്ങനെ ഒരുപാട് നേരം ഫ്രിഡ്ജിലോ മസാല പിടിപ്പിച്ചോ വെക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലുള്ള പാനിൽ നമ്മൾ ഇടുമ്പോൾ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ മസാല തിളച്ചും കൊണ്ടാണ് ആ മീനിൽ പിടിക്കുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാനുള്ളത്. ഇത് നമ്മൾ അത്രയും വലിയതായിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരുപാട് സമയം കൊണ്ടുപോയി തുലയ്ക്കണ്ട. നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ, ഫുഡ് എന്ന് പറയുന്ന സംഗതി വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയ സമയത്ത് ആളുകൾക്ക് കൊടുക്കാൻ സെർവ് ചെയ്യാൻ പറ്റണം. ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും. അതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ നേരം അത്ര നല്ല ഹെൽത്തിനും നല്ലതല്ല. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ആ ചീൻചട്ടിയിട്ട് ആ വെളിച്ചെണ്ണ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കറിവേപ്പില വറുത്തിട ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കഷ്ണം മീനിനൊക്കെ കറിവേപ്പില, പിന്നെ ചെറിയുള്ളി ആ മസാലയിൽ തന്നെ കുറച്ച് ചതച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് ആ മസാലയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ട് മീനിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് കിട്ടും. അത് കൂട്ടി മാത്രം ചോറുണ്ണാൻ പറ്റും. മനസ്സിലായോ? അത് ഈ സാധാരണ ചില മെസ്സുകളിലൊക്കെ അത് അവൈലബിളാ അങ്ങനെ. പക്ഷെ അത് അങ്ങനെ ഉണ്ടല്ലോ, ഈ മീൻ പൊരിച്ച വെളിച്ചെണ്ണയില് ശരിക്ക് അങ്ങനെ ഉള്ളി ഇട്ടിട്ട് കുഴപ്പമില്ല. പക്ഷെ അതങ്ങനെ ശരീരത്തിന് നല്ലതല്ല. അല്ല, ഈ ചെറിയുള്ളി കറിവേപ്പില എന്നൊക്കെ പറയുന്ന സാധനം ഹെൽത്തിന് ബാക്കിയുള്ള സാധനം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാ. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമ്മേ എല്ലാത്തിനും ഓരോ പ്രോബ്ലംസ് ഉണ്ട്.
ഇപ്പോൾ ആളുകൾ പറയും പുളി കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രശ്നമല്ലേ, ഉപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രശ്നമാണ്, പഞ്ചസാര യൂസ് ചെയ്യുന്ന പ്രശ്നമാണ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന പ്രശ്നമാണ്. നമ്മൾ ഫുഡ് കണ്ടന്റിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്കത് ഒഴിവാക്കിയിട്ട് ഫുഡ് പക്ഷെ അതില്ലേ, അത് മാത്രം കൂട്ടി ചോറിനാ ഭയങ്കര രസമാണ്. അതാണ് ആ ടേസ്റ്റ്. പക്ഷെ അത് പ്രഷർ കൊളസ്ട്രോൾ ഒന്നുള്ള ആൾക്കാർക്ക് തീരെ കഴിക്കാൻ പറ്റില്ല. അതായത് തലയോട്ടിലേക്ക് കയറും. ഇപ്പൊ കണ്ടോ പ്രഷർ ഇങ്ങനെ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അങ്ങനെ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട് മോനെ ഇതിന്. പക്ഷെ ടേസ്റ്റാണ്. ടേസ്റ്റ് കൊണ്ട് നമ്മൾ ഒരുപാട് ചോറൊക്കെ തിന്നും. പറഞ്ഞിട്ട് കാര്യം ഈ ഉണ്ടാക്കാനെങ്കിൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവസാനം വല്ല തേങ്ങിട്ട് വീണ ആളുകൾ. ഞാൻ അങ്ങനെയല്ല, നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ നാക്കിന് ടേസ്റ്റുള്ള പോലെ ഓരോ സമയം ഓരോ നേരം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നോക്കിയേ, ഇതിപ്പോ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിലൊന്നും ഇല്ല. കണ്ടോ, ഇതിൽ കണ്ടോ, ഇല്ല. അത് കുഴപ്പമില്ലല്ലോ, വെളിച്ചെണ്ണ ഒരുപാട് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ അങ്ങോട്ട് ചരിഞ്ഞു കഴിഞ്ഞാല് സംഭവം ടേസ്റ്റാ, സംഭവം രസാ. ഇതൊന്നെടുത്തിട്ട് പിച്ച് ടേസ്റ്റ് വെക്കടാ. പണ്ടത്തെ ആൾക്കാരൊക്കെ മോനെ ഫുഡ് ഇങ്ങനെ അയില പൊരിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോ, ഇതിന്റെ ഗ്രേവി ചട്ടിയിലിട്ടിട്ട് ആൾക്കാർ ചോറിനു. ചട്ടി എങ്ങനെയുണ്ട് നോക്കട്ടെ. സൂപ്പർ അല്ലേ? എന്നാ ഞാനിപ്പോൾ ഒന്ന് തിന്നട്ടോ. ചൂടുകൊണ്ട് വായ പൊള്ളി പോകുന്നൊരു പേടിക്കുന്നുണ്ട്. കുരുമുളകിന്റെ ടേസ്റ്റ് അമ്പാ, ഉള്ളിലേക്ക് കുരുമുളക് നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചെറുനാരങ്ങന്റെ പക്ഷേ ഇതിൽ കറിയൊന്നും വേണ്ട കേട്ടോ. അതാണമ്മേ നിങ്ങള് അല്ല, അത് ഞാനേ കറിയൊന്നും വേണ്ട. വെറും ചോറും ഈ പൊരിച്ചതും കൂടി കൂട്ടിയിട്ട് ഒരു കഷ്ണം മീൻ പൊരിച്ചത് ഇങ്ങോട്ട് വന്നു നോക്കിയേ, അത്ര രസം. ഇതിലൊക്കെ ഇരിക്കുന്ന നോക്കിയാട്ടെ. അമ്പാര് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതാണ് നമ്മൾ ആദ്യം തന്നെ ഡാഡിക്ക് കൊടുക്കുന്ന. ഡാഡിയെ ഇതങ്ങോട്ട് കഴിക്കൂ, വരും. അവിടെ ചെറിയ ടേബിൾ മേല ഒന്ന് കഴിച്ചു. അവിടെ ഇരുന്ന് കഴിക്കുന്നത്, നിന്ന് കഴിക്കാൻ പാടില്ല. ഞെട്ടിക്കൽ കറിയോ? എന്ത് കറിയാ? ഞെട്ടിക്കൽ ബിരിയാണിയൊക്കെ ഇട്ടത്, പക്ഷെ ഞെട്ടിക്കൽ കറി ആദ്യം ചോദിക്കുക. വീഡിയോ എടുക്കുന്നവര് വരെ ഞെട്ടിപ്പോയി. ഇതിങ്ങനെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഞെട്ടിക്കൽ ബിരിയാണി ഒക്കെ ഓരോന്ന് കണ്ടിട്ട് ഓരോന്ന് ചെയ്യും. അമ്മയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടോ, എൻ്റെ മോന് ഡാൻസ് തന്നെയല്ല മക്കളെ, ഫുഡിന് ഉണ്ടാക്കാനും കൂടി നല്ലൊരു കഴിവ് ദൈവം കണ്ടറിഞ്ഞ് കൊടുത്തേ. ഇല്ല സൂപ്പർ. ഇതാരെ കഴിവാപ്പ ഈ കിട്ടിയത്? സത്യം പറയട്ടോ, ഉണക്ക് കഴിക്കണം. ഭയങ്കര രസം. ഇഷ്ടായോ ഡാഡി? കുറച്ച് ചോറ് അതിലേക്ക് കുറച്ച് തന്നെ കുറച്ച് ഒരിത്തിരി. മോളെപ്പോഴാ വരിക? മോള് വന്നോളാം. ഈ മീൻ പൊരിച്ച ഒരു രക്ഷയില്ല. അതാണ് കുരുമുളകും ചെറുനാരങ്ങയും ചേരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ? ഓരോരോ കറികളൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാവരും പറയും തക്കാളി കൂടുതലാണ്, മുളക്. പക്ഷെ അതിന് ഭയങ്കര രസമാട്ടോ. അത്രയൊക്കെ സാധനങ്ങൾ ചേർത്തിട്ട് അടിപൊളി കേട്ടോ. അതിലെന്താ വെറും നമ്മൾ യൂസ് ചെയ്ത തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കുറച്ച് ഗാർലിക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇതാരും ഒരു കൈപ്പുണ്യം നല്ലോണം കിട്ടീന് കേട്ടോ. നിങ്ങളതാ ഡാഡിന്റെ ആയിക്കോട്ടെ, ഡാഡിന്റെ കൈപ്പുണ്യം കിട്ടി. എന്താ ചെയ്യാ, നമുക്കൊരു സന്തോഷമല്ലേ? അച്ഛനും അമ്മയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നല്ല സന്തോഷത്തോടെ കഴിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇവരല്ലേ നമുക്ക് ഉണ്ടാക്കി തരിക. മോൻ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അവന് ഉണ്ടാക്കിയിട്ട് അവന് കഴിക്കണം എന്നല്ല, എല്ലാവരെയും കൊണ്ട് അത് തിന്നിട്ടെ ആദ്യേ അങ്ങനെ തന്നെ. ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ട്, നിങ്ങളൊക്കെ വരണം കഴിക്കാൻ.
എന്നിട്ട് ഞാൻ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാ കിട്ടുന്നത് അതേപോലെ ഒരു റെസ്റ്റോറൻറ്റ് വയറ് നിറച്ച് കഴിപ്പിക്കുക, എന്നെയും കൂട്ടുക. പിന്നെ വയറ് നിറച്ച് കഴിപ്പിക്കുക, ആളുകൾ വന്നിട്ട് ഇഷ്ടമുള്ള അത്ര കഴിക്കുക. അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. സ്നേഹം കൂടെ അതിൻ്റെ കൂടെ കൊടുക്കാമേ. അതെ അതെ. അതായത് സാധാരണ കറിയും ചോറൊക്കെ കൊടുക്കുക. അവർക്ക് എന്താന്ന് വെച്ചാല് വീട് മിസ്സിങ് ഉണ്ടാവരുത്. അതെ അതെ അതെ. നമ്മള് എങ്ങനെയാന്ന് വെച്ചാല് ഒരാൾ ഇപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ല, അപ്പൊ നമ്മളടുത്ത് വരുമ്പോൾ അവർക്ക് ആ വീട് മിസ് ചെയ്യരുത്. അതേപോലെ സ്നേഹം നമുക്ക് ഇളം പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം അത് കൊണ്ടു കൊടുക്കാം. അതെ, ഇളം പുഞ്ചിരി അല്ല, ഫുള്ള് പുഞ്ചിരി തന്നെ കൊടുക്കാം. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ മോനുണ്ടാക്കിയ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, എത്ര കഴിച്ചാലും മതിയാവില്ല. കാരണം എന്താ പറയുക, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് ഒന്നാമത്തെ ഇഷ്ടമല്ല. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ അവിടെ പിന്നെയും പോയിരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ തൽക്കാലം നിർത്തിയിട്ട് ഇനി അടുത്തത് ഇനി മോളെ വിളിക്കണം. മോളിപ്പോൾ വരും. മോള് ഇവിടെ ചെയ്യുന്നു, അവളിപ്പോൾ വരും. അപ്പോൾ അവൾക്കും കൂടെ കൊടുത്തിട്ട് ഞങ്ങൾ നിർത്തുക കേട്ടോ. ആ എന്നാൽ ഞാൻ നിർത്തി. സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല ഒരു ഡാഡിക്ക് കുരുമുളകൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുരുമുളക് ചെറുനാരി ഡാഡിയാക്കി പന്നിയിൽ പോർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുനാരിലെ ഡാഡിയെ ചെറുനാരങ്ങയൊക്കെ ഡാഡിന്റെ വക ഒഴിക്കില്ല. ശരീരത്തിൽ ഭയങ്കര രസമാട്ടോ പോർക്ക് ഉണ്ടാക്കണ കുടക് മസാലയൊക്കെ ഇട്ടിട്ട്. ശ്രീകുട്ടന്റെ അഭിപ്രായം വരട്ടെ. മീനിന്റെ പ്രത്യേകത കുരുമുളകും പിന്നെ ചെറുനാരങ്ങയുടെ ടേസ്റ്റും, അതാണ് ഇതിന്റെ പ്രത്യേകത. തക്കാളിക്കറിയോ? ആ പിന്നെ തക്കാളീൻ്റെ ടേസ്റ്റ് ഇല്ലാതെ പിന്നെ അതിലിഞ്ഞ് മത്തീൻ്റെ ടേസ്റ്റ് വരെ തക്കാളിക്കറിക്ക്. അത് പിന്നെ അങ്ങനെ ഒരു ഞങ്ങൾ ആരിമോളില്ലേ, അപ്പോൾ ആ ആരിമോളെ ഞാൻ രാത്രി കഴിപ്പിച്ചോളാം, ഡാഡീൻ്റെ വക മസാജൊക്കെ. എന്നിട്ട് ആരിമോളെ ഞങ്ങൾ രാത്രി അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടാറ്റ കൊടുത്തേ. ടാറ്റാ ബൈ.